കഥാലോകത്തിലേക്ക് സ്വാഗതം. പരിസ്ഥിതി പ്രശ്നങ്ങളും ആകുലതകളുമൊക്കെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ചെടികളോടും വൃക്ഷങ്ങളോടും തോന്നുന്ന ആത്മബന്ധവും അത് വ്യക്തികളുടെ ജീവിതത്തിൽ വരുത്തുന്ന വൈകാരിക മാറ്റങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥയാണ് വിനു എബ്രഹാമിൻ്റെ ഓക്സിജൻ. ഓക്സിജനും തണലും തരുന്ന വൃക്ഷങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആ കഥ നമുക്കൊന്ന് കേൾക്കാം. ഓക്സിജൻ, വിനു എബ്രഹാം. കഷ്ടിച്ച് 4.5 സെന്റ് ഭൂമി, ചുറ്റുമതിലിന് 3 ഭാഗത്തും മുന്നിലെ ലെയിൻ ഒഴിച്ച് വീടുകൾ. ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വീട്. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു സർക്കാർ ഉദ്യോഗം കിട്ടി നാട്ടിൻപുറത്തു നിന്ന് നഗരത്തിലേക്ക് ചേക്കേറിയ ഞാനും മറ്റൊരു നാട്ടിൻപുറത്തു നിന്ന് ഇവിടെ സർക്കാർ ഉദ്യോഗം കിട്ടി വന്ന ബിന്ദുവും ഏറെ കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ ഭൂമിയും വീടുമാണ്. നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ നിന്ന് 7-8 കിലോമീറ്റർ മാത്രം അകലത്തിൽ ഇങ്ങനെയൊന്ന് കിട്ടിയത് മഹാഭാഗ്യം തന്നെയെന്ന് ബന്ധുക്കളും സഹപ്രവർത്തകരും ചങ്ങാതിമാരും പറഞ്ഞു. പക്ഷേ വീടുപണി തീരാറായപ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ നിർബന്ധമായും ഉണ്ടാകണമെന്ന് ഭാര്യയുടെ അച്ഛൻ സന്ദർശനത്തിന് വന്നപ്പോൾ പറഞ്ഞു. ഒരു മരം വളപ്പിനുള്ളിൽ വേണം. അത് വീട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഉത്തമം. കുറേ ആലോചനകൾക്ക് ശേഷം ഒരു തെങ്ങ് തന്നെ ആകാം എന്ന തീരുമാനവുമായി. ഇട്ടാവട്ടം സ്ഥലത്ത് അതാകുമ്പോൾ പ്രശ്നവുമില്ലല്ലോ. അമ്മായി അച്ഛൻ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോമാടൻ തെങ്ങിൻ തൈ ഒരു കോണിൽ നട്ടു. സമയോചിതമായി അമ്മായി അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിപാലനം നൽകിയ തൈ തീരെ കുട്ടികളായിരുന്ന ഞങ്ങളുടെ മകൾക്കും മകനുമൊപ്പം വളർന്നു. മകൾ ആരതിക്ക് കുഞ്ഞുനാൾ മുതലേ ചെടികളോടും മരങ്ങളോടും പൂച്ച, അണ്ണാൻ തുടങ്ങിയ ചെറുജീവികളോടും വലിയ സ്നേഹമാണ്. അവൾ എന്നും തെങ്ങിനെ പോയി തൊടുകയും തലോടുകയും ഒക്കെ ചെയ്യും. മകൻ വിപിന് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. എന്തായാലും കൃത്യം 6 വർഷം കഴിഞ്ഞപ്പോൾ തെങ്ങ് കുലച്ചു. സത്യത്തിൽ അതുവരെ തെങ്ങിൻ്റെ കാര്യത്തിൽ അത്ര കമ്പമൊന്നുമില്ലാതിരുന്ന എനിക്കും നല്ല സന്തോഷം തോന്നി. ഇനി ഒരു നാട്ടിൻപുറത്തെ പറമ്പുടമസ്ഥനെ പോലെ പതിയാനെ വിളിച്ച് സ്വന്തം തെങ്ങിലെ തേങ്ങ ഇറക്കി ഉപയോഗിക്കാമല്ലോ. പതിയാനെ സംഘടിപ്പിക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും മറ്റാർക്കും ശല്യമുണ്ടാക്കാതെ തേങ്ങ ഇറക്കി അത് വെച്ച് കറിയും കൂട്ടാനുമൊക്കെ ബിന്ദു ഉണ്ടാക്കുകയും അത് കഴിക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ സന്തോഷം തോന്നുകയും ഭാര്യയോട് തെല്ലുകൂടി സ്നേഹം തോന്നുകയും ചെയ്തു. കാര്യങ്ങൾ അങ്ങനെ ശുഭമായി മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു മീനമാസക്കാലത്ത് അത് സംഭവിച്ചത്. മീനത്തിലെ ഇടി മീൻകണ്ണയിലും വെട്ടും എന്നാണല്ലോ. ഒരു നാൾ ഉച്ച തിരിഞ്ഞ നേരത്ത് ബോധം കെടുത്തും വിധമുള്ള ഒരു മിന്നൽ ചുരിക വായുവിൽ പുളയുകയും ഒപ്പം ചെകിടടിപ്പിക്കുന്ന ഇടി മുഴങ്ങുകയും ചെയ്തു. ഞായറാഴ്ചയായതിനാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇടിമിന്നൽ കുത്തിയിറങ്ങിയത് ഞങ്ങളുടെ തെങ്ങിൻ്റെ ഉച്ചിയിലേക്കായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് തെങ്ങ് കത്തിക്കരിഞ്ഞു. അത് ജീവൻ വാർന്ന തടി മാത്രമായി. ആരതി വാവിട്ട് കരഞ്ഞു. ബിന്ദുവും ഏറെ വിഷമിച്ചു. എന്നിലും സങ്കടം ചെറുതായെങ്കിലും പൊടിച്ചു. ഇനി തെങ്ങ് വെട്ടിക്കളയുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഫോണിലൂടെ വിവരമറിഞ്ഞപ്പോൾ അമ്മായി അച്ഛനും അത് ശരിവെച്ചു. പക്ഷേ മോൾ അതിനെ ശക്തിയായി എതിർത്തു. ജീവനില്ലെങ്കിലും ആവുന്നത്ര കാലത്തോളം അതവിടെ നിൽക്കട്ടെ എന്നവൾ ശഠിച്ചു. മകളുടെ വാക്കിന് വലിയ വിലയാണ് ഞങ്ങളുടെ വീട്ടിൽ. പലപ്പോഴും എൻ്റെ ഭാര്യയും അവൾക്ക് താങ്ങായി ഉണ്ടാകുമെന്നതാണ് അതിന് കാരണം. അങ്ങനെ ഒരു മൃതശരീരമായി തെങ്ങവിടെ നിന്നു. പിന്നെ സ്വാഭാവികമായി സംഭവിക്കേണ്ടതുപോലെ കുറേ കഴിഞ്ഞ് അത് പട്ട് നിലം പൊത്തി മണ്ണിൽ ഒരു കുറ്റിയായി പറ്റിച്ചേർന്നു. എന്നാൽ താമസിയാതെ അവിടെ വേറൊരു ജീവൻ പൊടിച്ചു വന്നു. ഏതോ കിളി കൊണ്ടിട്ട ചക്കക്കുരുവിൽ നിന്ന് ഒരു പ്ലാവിൻ തൈ അവിടെ പിച്ച വെച്ച് തുടങ്ങി. അത് കണ്ടെത്തിയ ദിവസം ആരതി തങ്ങളുടെ വീട്ടിൽ ഒരാഘോഷം തന്നെ അഴിച്ചുവിട്ടു. അതോടെ മുന്നേ തെങ്ങിന് അവൾ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹം അത്രയും പ്ലാവിൻ തൈക്ക് കിട്ടിത്തുടങ്ങി. ആ തൈ വളർന്ന് വലിയതാകുമ്പോൾ ഇലകൊഴിച്ചിൽ വലിയ പ്രശ്നമായേക്കും എന്ന എൻ്റെ മുന്നറിയിപ്പ് മോൾക്ക് പ്ലാവിൻ തൈയോടുള്ള സ്നേഹത്തിൽ യാതൊരു വിലയുമില്ലാതെ ഒലിച്ചുപോയി. അച്ഛാ, ഇലകൊഴിച്ചിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ ഇത്രയും പ്രഷ്യസായ ഓക്സിജൻ അത് വലിയതായി നമുക്ക് കിട്ടുമ്പോൾ അതൊരു ഇഷ്യൂ ആണോ? സ്കൂളിലെ പരിസ്ഥിതി ക്ലാസിൻ്റെ സെക്രട്ടറി കൂടിയായ ആരതി എൻ്റെ തടസ്സവാദം കേട്ട് ആവേശപൂർവ്വം പറഞ്ഞു. പിന്നീടൊരിക്കൽ അമ്മായി അച്ഛൻ്റെ സന്ദർശനത്തിനിടെ നല്ല ആരോഗ്യത്തോടെ മുകളിലേക്ക് പൊങ്ങി വരുന്ന പ്ലാവിൻ തൈ നോക്കിയിട്ട് ഇത് നല്ല ഇനം വരിക്കയാണെന്ന് അദ്ദേഹത്തിൻ്റെ വിദഗ്ധ അഭിപ്രായവും വന്നു. അതോടെ ഭാവിയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് കിട്ടുന്ന വരിക്ക ചക്കച്ചുളകളുടെ ഇനിപ്പ് ഞാനൊഴിച്ച് എല്ലാവരുടെയും നാവുകളിലെത്തിയ പ്രതീതിയായി.
ഹൗസിംഗ് ലോൺ അടവുകൾ പോലെയുള്ള ചില നിസ്സാര കാര്യങ്ങളിൽ ധാരാളം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതിനാലാകണം എനിക്ക് ചക്കച്ചുളകളുടെ മധുരം മനസ്സിൽ അത്രയ്ക്കങ്ങോട്ട് ആസ്വദിക്കാനുമായില്ല. ബിന്ദുവും ഞാനും മധ്യവയസ്സിലേക്ക് ഒരുങ്ങുകയായിരുന്നു. മക്കളും അതിവേഗം കൗമാരത്തിൻ്റെ പടവുകൾ പിന്നിട്ടുകൊണ്ടിരുന്നു. പ്ലാവും മുതിർച്ച പ്രാപിക്കുകയായിരുന്നു. പ്ലാവ് നന്നായി വളർന്ന് ശിഖരങ്ങൾ പടർന്ന് പന്തലിച്ചപ്പോൾ കനത്ത ഇലതഴപ്പുകളുമായി പഴുത്ത ഇലകൾ നന്നായി നിലത്ത് കൊഴിയാനും തുടങ്ങി. പ്ലാവിൻ്റെ നിൽപ്പുവശം കൊണ്ട് ഈ ഇലകളിലേറെയും വീണുകൊണ്ടിരുന്നത് അയൽപക്കത്തുള്ള റിട്ടയർഡ് സ്കൂൾ ഹെഡ്മിസ്ട്രസ്സായ വസന്തകുമാരി ടീച്ചറുടെ വീട്ടുമുറ്റത്താണ്. ടീച്ചറും AG's ഓഫീസിൽ നിന്ന് പെൻഷനായ ബാലാനന്ദൻ സാറും ഞങ്ങളുടെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ്. പഠനത്തിലും മറ്റ് സ്കൂൾ പൊതുപ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ സമർത്ഥയായ മോളെ ടീച്ചർക്ക് വലിയ കാര്യവുമാണ്. സാധാരണഗതിയിൽ നഗരത്തിലെ തൊട്ടിരിക്കുന്ന അയൽ വീടുകളിൽ ഇന്നും ഇത്തരം ഇല കൊഴിച്ചിൽ കടുത്ത സ്പർദ്ധയിലേക്കും വഴക്കിലേക്കും നയിക്കാൻ ആവശ്യത്തിന് വെടിമരുന്ന് സൃഷ്ടിക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല. പഴയ ബയോളജി ടീച്ചർ കൂടിയായിരുന്ന വസന്തകുമാരി ടീച്ചറും ആരതിയുടെയും ബിന്ദുവിൻ്റെയും അഭിപ്രായങ്ങളെ പിന്തുണച്ചു. ഓ സാരമില്ല, നല്ല ഓക്സിജൻ അല്ലേ നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഭയപ്പെട്ടിരുന്ന ഒരു വലിയ പ്രശ്നം ഒഴിവായ സന്തോഷത്തിൽ ഞാനും തലകുലുക്കി. പക്ഷേ പ്രായാധിക്യത്തിൻ്റെ ചില അവശതകളുള്ള വസന്തകുമാരി ടീച്ചർ അതോടെ ഒരു വേലക്കാരിയെ ഏർപ്പാടാക്കി. മക്കളൊക്കെ ജോലിയും കുടുംബങ്ങളുമായുള്ള ടീച്ചർക്ക് ഭർത്താവിനും അതേവരെ ഒരു വേലക്കാരിയുടെ ആവശ്യം തോന്നിയിരുന്നില്ല. പക്ഷേ ഇലകൾ സമൃദ്ധമായി മുറ്റത്ത് വീഴാൻ തുടങ്ങിയതോടെ ദിവസവും 2 നേരവും അവിടെ അടിച്ചുവാരി അതൊക്കെ അല്പം ദൂരത്തുള്ള ഒരു വെളിമ്പറമ്പിൽ കൊണ്ട് കളയുകയോ കത്തിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെയാണ് മാസം 10,000 രൂപ ശമ്പളത്തിൽ ചുള്ളിമാനൂരിൽ നിന്നുള്ള ഭർത്താവ് മരിച്ച് മറ്റൊരു ഗതിയുമില്ലാത്ത മധ്യവയസ്കയായ ഒരു സ്ത്രീയെ ആരുടെയോ ഒത്താശയിൽ ടീച്ചർ വേലക്കാരിയായി നിയമിച്ചത്. എന്നാൽ അതൊന്നും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി ടീച്ചർ ഞങ്ങളോട് പറഞ്ഞില്ല. അങ്ങനെയിരിക്കെ പ്ലാവ് അതിനു മാത്രം കഴിയുന്ന സന്തോഷവും ഞങ്ങൾക്ക് നൽകി തുടങ്ങി. പണ്ട് അമ്മായിയച്ഛൻ പറഞ്ഞ കാര്യവും അച്ചട്ടായി വന്നു. നല്ല മധുരവും സ്വാദുമുള്ള വരിക്കച്ചക്കകൾ പ്ലാവിലുണ്ടായി. ഇടയ്ക്ക് കൂലിക്കൊരു പണിക്കാരനെ നിർത്തിയും തോട്ടികൊണ്ടുമൊക്കെ ചക്ക പറിക്കൽ നടത്തി. മധുരമൂറുന്ന ചക്കച്ചുള തിന്നാൻ എനിക്കും ഇഷ്ടമാണ്. അത് കഴിക്കുമ്പോൾ പണ്ട് ഞാൻ പ്രകടിപ്പിച്ച ആശങ്കകൾക്കൊന്നും കാര്യമില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. പിന്നെ ഇടയ്ക്കിടെ മോളും വസന്തകുമാരി ടീച്ചറും ഓർമ്മിപ്പിക്കുന്ന ഓക്സിജനും. എന്നാൽ കുറേ കാലം കൂടി കഴിഞ്ഞപ്പോൾ പ്ലാവ് മറ്റൊരു പരിപാടിയും നടത്തുന്നുണ്ടെന്ന് ബോധ്യമായി. അതിൻ്റെ വേരുകൾ ടീച്ചറുടെയും ഞങ്ങളുടെയും ഇടയിലുള്ള മതിലിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു തുടങ്ങി. ഇത്തവണ ഞാൻ കൂടുതൽ ആശങ്കയിലായി. പക്ഷേ ഇപ്പോഴും ഓക്സിജൻ എന്ന നന്മ ടീച്ചറുടെയും ഭർത്താവിൻ്റെയും ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതിൽ നിന്ന് തടയായി നിന്നു. വിള്ളലുകൾ അല്പം വലുതാകുന്നുവെന്ന് കാണുമ്പോൾ ഒരു പണിക്കാരനെ വിളിച്ച് സിമൻറ്റും മണലും ചേർത്ത് അടപ്പിച്ചു. കുറേ കൂടി കഴിഞ്ഞ് ഒരിടവപ്പാതിക്കാലത്ത് അത് സംഭവിച്ചു. രാവിലെ മുതൽ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. 2 വീടുകളുടെയും ഇടയിലുള്ള മതിൽ ഭയാനകമായ ശബ്ദത്തോടെ തകർന്നു വീണു. വീട്ടിൽ ഞാനും ബിന്ദുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകളിപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് ക്ലാസ്സിൽ പഠിക്കാനായി ഡൽഹിയിലും മകൻ MCA കോഴ്സിൽ ചെന്നൈയിലുമാണ്. ബിന്ദുവും ഞാനും അപ്പുറത്തു നിന്ന് ടീച്ചറും ഭർത്താവും വേലക്കാരിയും കുടകൾ ചൂടി പുറത്തു വന്ന് ആ കാഴ്ച കണ്ടു നിന്നു. പ്ലാവിൻ്റെ വേരുകൾ മതിൽക്കെട്ടിൽ പിണഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം വേഗത്തിലായിരുന്നു. മതിൽ ഞാൻ തന്നെ കെട്ടിക്കോളാമെന്ന് ടീച്ചറോട് പറഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യം അതിനേക്കാൾ മുൻപേ ചെയ്യാനുണ്ടെന്നും ഞാൻ സംശയലേശമെന്നിയെ പറഞ്ഞു. ആ പ്ലാവ് മുറിച്ചു മാറ്റുകയാണ്. ഇനി ഈ നിൽപ്പ് ശരിയാവില്ല. മതിലിടിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടപ്പോഴാണോ അതോ ഈ തീരുമാനം കേട്ടപ്പോഴാണോ കൂടുതൽ സങ്കടം ടീച്ചറുടെയും മുഖത്ത് നിറഞ്ഞതെന്ന കാര്യത്തിൽ എനിക്ക് തീർച്ചയില്ല. എന്തായാലും ഇപ്പോൾ ഓക്സിജൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. മോൾ ഇതുവരെ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. ഡൽഹിയിൽ നിന്ന് വിളിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വീഡിയോ കോളിൽ പ്ലാവിനെ കാണിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ബിന്ദു അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി അങ്ങനെ വിളിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവൾ വിവരമറിയും. അറിഞ്ഞാൽ മരത്തിനപ്പുറമുള്ള പ്രായോഗിക പ്രശ്നങ്ങളൊന്നും അവൾ എത്ര പറഞ്ഞാലും അംഗീകരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. വരുന്നിടത്ത് വെച്ച് കാണാം. മരം വെട്ടാനുള്ള പണിക്കാർ വന്ന് തടിയും സ്ഥലവും കണ്ടു. 10,000 രൂപയാണ് കൂലി പറഞ്ഞിരിക്കുന്നത്. മതിൽ കെട്ടാനുള്ള മേസ്തിരിയും വന്ന് സംഖ്യ ഉറപ്പിച്ചു. 50,000-ന് അതും കരാറായി. ഇപ്പോൾ മരം വെട്ടുകാരെ നോക്കിയിരിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോകുകയാണ്. ഇങ്ങനെ നഗരത്തിൻ്റെ ഇടുക്കുകൾക്കിടയിൽ വീടുള്ളവർക്ക് മരം തരുന്ന ഓക്സിജനും തണലും കുറച്ച് ആഡംബരമല്ലേ? പക്ഷെ അങ്ങനെ പറയാമോ?
ഇത്രയും നാൾ അനുഭവിച്ച തണലും ഓക്സിജനും ഇല്ലാതാകുമ്പോൾ ഈ വീട്ടിൽ ഞങ്ങളുടെ ജീവിതം ഇനി എങ്ങനെയാകുമോ എന്തോ. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് തീർച്ചയായും സന്തോഷമുണ്ട്. പ്ലാവ് കാരണം വസന്തകുമാരി ടീച്ചർ വീട്ടിൽ നിയമിച്ച ഒരു പാവം ചുള്ളിമാനൂരുകാരി സ്ത്രീ പ്ലാവില്ല എന്ന കാരണത്താൽ പറഞ്ഞുവിടപ്പെട്ടില്ല. അത്രമേൽ അവർ വസന്തകുമാരി ടീച്ചർക്ക് പ്രിയപ്പെട്ടതും സഹായകാരിയുമായ ഒരു തുണയായി മാറിക്കഴിഞ്ഞിരുന്നു. ആ സ്ത്രീക്ക് ഒരു ജീവിതം കിട്ടിയിരിക്കുന്നു.